ഭയങ്കര ആറ്റിറ്റ്യൂഡാണല്ലോ. ഒറ്റ വെങ്ങളാണ് നോക്കി നോക്കി വീഴാൻ പോയി. നേരെ മതിലിന്റെ മുകളിലേക്ക്. ആ സമയത്താണ് ഇവന്റെ നമ്പർ എനിക്ക് കിട്ടുന്നത്. ഓവർ കോൺഫിഡൻസിൽ ഞാൻ ഈ നമ്പർ ഡിലീറ്റ് ചെയ്യാതെ മെസ്സേജ് വെച്ചുകൊണ്ടിരിക്കാം. ഇപ്പോഴുണ്ട് ഫോണിലോട്ട് നോക്കി ചിരിക്കുന്നേ. അപ്പൊ ഞാൻ വന്നിട്ട് ഒറ്റ വരിക്കാൻ ഫോൺ കൂടെ വാങ്ങിച്ചു ഇങ്ങനെ കാണിച്ചു. കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് ഇവരാണ് അതിൽ മെയിനായിട്ട് പറഞ്ഞത് ഞങ്ങളെ ലവ് സ്റ്റോറി കേൾക്കണം. അത് ഞങ്ങൾ പറയിപ്പിക്കുന്നത് ഞങ്ങൾ അമ്മയെ വിചാരിച്ചാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ രണ്ടുപേരെയും പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കും കുറെ സംശയങ്ങളുള്ള കുറെ ഭാഗങ്ങൾ ഉണ്ട് ഇവരെ ലവ് സ്റ്റോറിയിൽ. അതെല്ലാം നമുക്ക് ഇന്ന് ക്ലിയർ ചെയ്ത് കിട്ടും. അല്ല, ഇവർക്ക് ഞാൻ കഥ പറഞ്ഞു കൊടുത്താണ്. അന്ന് നമ്മള് റിസോർട്ട് പോയിന്റെ സമയത്ത് അതിനിടക്ക് ഒരാൾ കിടന്നുറങ്ങി, അതുകൊണ്ട് കുറച്ച് കേട്ടില്ല. ഫുള്ളി ഇരുന്ന് കേട്ടത്. അതെന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മിസ്സായിട്ടുണ്ട്. അത് ജുനു പറഞ്ഞ് കേൾക്കേണ്ട കുറെ ഭാഗങ്ങൾ. അതെ, അത് നിന്റെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കണം, ഇവളെ സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് ഫുൾ ആയിട്ട് കേൾക്കണം. ജുൻകാന്റെ സൈഡിൽ നിന്ന് എനിക്ക് കേൾക്കണം. അത് പറയാന്. അപ്പൊ അത് കേൾക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ നമ്മള് ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മുടെ പുതിയ സ്റ്റുഡിയോന്ന് നമ്മൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണിത്. അപ്പൊ ഇതിന്റെ സ്റ്റുഡിയോ ടൂർ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ആദ്യം ഇവരുടെ ഈ ഒരു വീഡിയോ തന്നെ ആവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയെല്ലാം കൂടി ചെയ്യാം. അപ്പൊ ഉദ്ഘാടനം ഞങ്ങൾ കഴിക്കുകയാണ് ഫസ്റ്റ് വീഡിയോ. അപ്പൊ ഇവരുടെ 8 വർഷത്തെ സംഭവ ബഹുലമായ ലവ് സ്റ്റോറിയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ തുടങ്ങിയോ? ഞങ്ങൾ ഇനി ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞാലോ, എവിടെ നിന്ന് തുടങ്ങും? തുടക്കം അന്നെ കണ്ട നമ്മള് ഫസ്റ്റ് ആ കണ്ട മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്കൊരു അപ്പൊ ഗൈസ് ഇതൊരു ചെറിയ കഥയല്ല, വലിയൊരു കഥയാണ് അല്ലേ? വലിയൊരു കഥയാണ്. 8 വർഷത്തെ നീണ്ട കഥ. അതിന്റെ ഇടയിൽ കുറെ സംഭവബഹുലമായ കാര്യങ്ങളുണ്ട്. അതിൽ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരുപാടുണ്ട്. അപ്പൊ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ പറയാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞങ്ങൾ എവിടുന്നാ കാണുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരേ നാട്ടുകാരായിരുന്നു ഗൈസ്. അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്. ഞാന് 9ാം ക്ലാസ് പഠിക്കുമ്പോ 2015-14 ആ ഒരു സമയത്താണ് കാണുന്നത് എന്ന് പറഞ്ഞാല് ഞങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് വീട് മാറി പോയി. ആ ഒരു സമയത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ കണ്ടു. അവിടെ ഇങ്ങനെ എന്താ പറയാ, ഞാൻ വായി നോക്കി നടക്കുന്ന ഒരു പ്രായമാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ വണ്ടിയായിട്ട് ഞാൻ നോർമലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമില് ഓപ്പോസിറ്റ് ഒരു സാധാ പോലെ ഒരു പെൺകുട്ടി നടന്നു വരുന്നുണ്ട്. അപ്പം സാധാരണ ഞാൻ ശ്രദ്ധിക്കാറില്ല. സാധാ പോലെ വണ്ടി ഓടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ജസ്റ്റ് എന്താ പറയാ, ഒരു സൈഡ് അങ്ങോട്ട് ജസ്റ്റ് കണ്ണോണ്ട് ജസ്റ്റ് ഒരു നോട്ടം നോക്കിയിട്ടുള്ളൂ. അത് പിന്നെ അങ്ങനെ നേരെ അങ്ങോട്ട് പോയി. പിന്നെ ഇതേപോലെ ഒരു ദിവസം 2 ദിവസം എനിക്ക് തോന്നുന്നു 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഞാൻ വണ്ടിയിട്ട് ഇങ്ങനെ വരുന്ന ടൈമില് ഇതേപോലെ തന്നെ നടന്നു വരുന്നുണ്ട്. അപ്പൊ ഒരു ഇളക്കിയൊരു നോട്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ പിന്നെ ആരാണ്ട അപ്പൊ നോർമലി ഞാനാണെങ്കിലും സാധാരണ ഞാനാണെങ്കിലും വിചാരിക്കില്ല എന്താരപ്പള് വെറുതെ. അപ്പൊ ഇന്ന ചുമക്കാൻ കണ്ടപ്പോ ഫസ്റ്റ് ഫീൽ ചെയ്തത് സംഭവം ഭയങ്കര ആറ്റിറ്റ്യൂഡാണല്ലോ. എനിക്ക് ഫീൽ ചെയ്തു സത്യം. പക്ഷെ ഞാനും സെയിം രീതി തന്നെ എനിക്ക് തോന്നുന്നു. ഏത് ഈ ജാറത്തെണ്ണിന്നൊക്കെ ഞാൻ ഉള്ളിൽ വിചാരിച്ചേട്ടോ. അപ്പൊ എനിക്ക് ഒന്നും ഫീൽ ചെയ്തില്ല. കാണാം കുഴപ്പമില്ല, കൊള്ളാലോ എന്നുള്ള ആ ഒരു രീതിയിൽ നോക്കി. പക്ഷെ ഞാൻ നീ നോക്ക പക്ഷെ അങ്ങോട്ടും കൂടി ചിരിക്കുന്നൊന്നുമില്ല. അപ്പൊ ഞാൻ ഇതേ ഈ ജാടത്തെണ്ടിന്നൊക്കെ വിചാരിച്ച് ഇവനും അതേപോലെ തന്നെ ഇത്രയും വലിയ ജാടാ എന്താപ്പോ ഇതിന് മാത്രം ജാടയൊക്കെ. അപ്പൊ അങ്ങനെയായിരുന്നു. പിന്നെ എപ്പോഴാന്നറിയില്ല ഗൈസ്, ഞങ്ങളിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കാണും. ഇവന്റെയും കൊടുക്കണോ? അപ്പൊ ഇടക്കിടക്ക് ഞങ്ങൾ ഇങ്ങനെ കാണും. അപ്പൊ കാണുമ്പോഴൊന്നും ഞങ്ങള് പൊതുവെ ഇപ്പൊ നമ്മൾ ഒരു നാട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ ചിരിക്കുമല്ലോ. പക്ഷെ ഞങ്ങള് തമ്മിൽ അങ്ങോട്ടേക്ക് ചിരി ഒന്നുമില്ല, ചിരിച്ചിട്ടില്ല. ജസ്റ്റ് നോക്കും പോകും എന്നുള്ള ആ ഒരു രീതിയിൽ മാത്രം. അതും ജസ്റ്റ് ഒരു വണ്ടി പാസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം നടന്നു പോകുമ്പോഴോ. ഞാനവിടെ കൊലായിലിരിക്കും. അപ്പൊ ആ സമയത്തൊക്കെ അങ്ങനെ കാണുള്ളൂ. ഞാനത് പഠിക്കാം.
ഓനന്ന് എഞ്ചിനീയറിംഗിന് പഠിക്കാണ്, പുറത്ത് പഠിക്കുക. അപ്പൊ ഞാൻ ആ ലീവിന് വരുമ്പോൾ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കാണാറുള്ളൂ. വല്ലപ്പോഴും കാണാറുള്ളൂ. അപ്പൊ ലീവിന് വരുന്ന സമയത്താണ് ഞങ്ങൾ കാണാറുള്ളത്, അല്ലാത്ത സമയത്ത് കാണലില്ല. അപ്പോൾ ഞാനിങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നല്ലാതെ ചിരിക്കൊന്നുമില്ല. അപ്പൊ ഇവൻ പറയും എന്റെ മുഖം ഇങ്ങനെ എപ്പോഴും കടന്നല് കുത്തിയ പോലെയാണ് ഉണ്ടാവുക, നോക്കി കഴിഞ്ഞാൽ ചിരിക്കാൻ തോന്നൂല. സാധാരണ അങ്ങനെ ഉണ്ടാവുക, കടന്നല് കുത്തിയമാരുണ്ടാവും. നോക്കിയാൽ ചിരിക്കൂല ഒന്നും കൂടി നോക്കിയാൽ തന്നെ അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ആയിട്ട് ചിരിക്കുന്ന ഡേറ്റ് വരെ എനിക്ക് ഓർമ്മയുണ്ട്. അതറിയോ, ഞങ്ങള് ഫസ്റ്റ് ആയിട്ട് നമ്മൾ എത്ര കാലം കൊറേ കാലം കഴിഞ്ഞില്ലേ. പിന്നെ ഗ്യാപ്പായി, പിന്നെ കൊറേ ഞാൻ അവിടെ ഇരുന്നുള്ളത്, പിന്നെ കാണാൻ പറ്റിയില്ല. പിന്നെ കാണലൊന്നുമില്ല, അങ്ങനെ കാണലിനുള്ള രീതിയിൽ നമ്മളങ്ങനെ ചിരിച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴുള്ള ഒരു ചെറിയൊരു ഇതുണ്ടാവുമല്ലോ. അതേപോലെ തന്നെ ലീവിന് കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ലീവിന് വന്നത്. പിന്നെ ലീവിനായിട്ട് വന്ന് ഞാനിങ്ങനെ അതേപോലെ തന്നെ വണ്ടി എടുത്തിറങ്ങുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ സ്കൂൾ വിട്ടിട്ട് നോർമലി നടന്നു വരുന്ന ടൈമിൽ ഇതേപോലെ തന്നെ കണ്ടപ്പോൾ ചെറിയൊരു ലൈറ്റ് ഒരു ചിരി. ഈ ചിരിച്ച കഥയിലേക്ക് എത്തുന്നതിന് മുന്നേ അതിന് മുന്നേ ഇക്കാക്കി ജുൻകായും തമ്മിൽ കമ്പനിയായി. ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കാക്ക. എന്റെ കാക്കന് മാത്രമായിട്ടല്ല, എന്റെ അവിടുത്തെ എന്റെ മറ്റേ 2 കാക്കമാരായിട്ടും കമ്പനിയായി. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയി. ഇത് വർക്കായി കഴിഞ്ഞാൽ ഇപ്പൊ കാക്കന്റെ ഫ്രണ്ടിനെ നോക്കി, അങ്ങനത്തെ ഒരു എന്റെ പെങ്ങളെ നോക്കി, അങ്ങനെ ഒരു വിഷയം വരുമോ എന്താണ് എന്നുള്ള ഒരു കോംപ്ലിക്കേഷൻ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഇവന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ലേനും തോന്നുന്നു, എന്താന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവരായിട്ട് ഇവൻ കമ്പനിയായി. അങ്ങനെ ഞങ്ങൾ ചിരിക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴേനും എന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ബർത്ത്ഡേക്ക് ഞാനിങ്ങനെ വിചാരിച്ചു, അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഇവനോട് ഇങ്ങനെ ഇഷ്ടം വന്ന് തുടങ്ങി. അതായത് ആദ്യം ഒന്നും കണ്ടപ്പോൾ ഒന്നും തോന്നില്ല, ഇവനെ ഏതാ ജാടത്തിൻ്റെയോ പോകാൻ പറയുന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് എപ്പോഴേക്കോ അങ്ങനെ കുറച്ച് കാലങ്ങൾ കണ്ട് എനിക്കൊരു ഇഷ്ടമൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ബർത്ത്ഡേൻ്റെ സമയത്ത് ഞാൻ വിചാരിച്ച് ആ ബർത്ത്ഡേക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നാൽ മതിയെന്ന് ഇവന്. അപ്പോൾ ഇവൻ അവിടെ പഠിക്കുകയാണ്, അപ്പോൾ അവിടുന്ന് നാട്ടിലില്ല. അപ്പം ഞാൻ വിചാരിച്ചു അവൻ അവിടുന്ന് വന്നാൽ മതിയെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് വന്നില്ല. അങ്ങനെ പിറ്റേന്ന് ഞാൻ രാവിലെ എണീറ്റ് കുറച്ച് നേരം ഞാൻ കൊലായിലിരിക്കുമ്പോൾ, അല്ല പിറ്റേന്ന് രാവിലെ അല്ല, വൈകുന്നേരം ഞാൻ കൊലായിലിരിക്കുമ്പോണ്ട് ഇവൻ്റെ റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇതായി. ഞാനിങ്ങനെ നോക്കി നിന്ന്, മുഖമൊന്നും മാറ്റുന്നില്ല, എക്സ്പ്രഷൻ ഒന്നും മാറ്റുന്നില്ല. ഞാനിങ്ങനെ പാട്ട് കേട്ട് ഞാനിങ്ങനെ കൊലായിലിരിക്കുന്ന സമയത്ത് ഇവനിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. സാധാരണ അങ്ങനെ നടന്നു പോലും കുറവാണ്. മറ്റ് വണ്ടികൾ അങ്ങോട്ട് പോവാ ഇതന്നെ പരിപാടി. അങ്ങനെ ഇവൻ നടന്നു വരുന്ന സമയത്ത് ഇവൻ എന്നോട് ഇങ്ങോട്ട് ചിരിച്ചു, ഞാൻ അങ്ങോട്ട് ചിരിച്ചു. അപ്പോഴും ഞാൻ ജസ്റ്റ് നോക്കുന്ന ടൈമിൽ അപ്പോഴും തന്നെ അപ്പൊ ഞാൻ നോർമലി ഞാൻ അങ്ങോട്ട് തിരിച്ചു, സാധാ പോലെ ഞാൻ അങ്ങോട്ട് തിരിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് ചിരിയൊക്കെ ഇങ്ങനെ മറന്നുപോയി. അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചിരിച്ച്. അപ്പൊ ഇവ ഇങ്ങനെ നടന്നു പോകുമ്പോ അവിടെ ഒരു മതിലുണ്ട്. ആ മതിൽ ഇങ്ങനെ കുറച്ച് പൊളിഞ്ഞതാ. അപ്പൊ ഞാൻ അങ്ങോട്ട് നോക്കി നിൽക്കും. പൊതുവേ ഞാൻ അങ്ങോട്ടേക്ക് ഇവനെ കാണാൻ വേണ്ടി നോക്കി നിൽക്കുന്ന സ്ഥലമാണ്. ഇവ ഇങ്ങോട്ട് നോക്കൂലല്ലോ. അപ്പൊ ഇവൻ ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇവൻ എന്നെ ഇങ്ങോട്ട് നോക്കി. ഞാൻ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ആ സമയത്ത് ഇവൻ എന്നെ ഇങ്ങോട്ട് നോക്കി. അപ്പൊ ഞാൻ ഭയങ്കര ചമ്മിപ്പോയി. കാരണം ഞാൻ വായി നോക്കി നിൽക്കാന്നുള്ള ഇപ്പം വിചാരിക്കല്ലോ. അല്ല, തിരിച്ചറിഞ്ഞു. ഞാൻ നോക്കുമ്പോ ഓള് നോക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ സാധാ പോലെ തന്നെ നോക്കില്ല ഗ്യാപ്പിൽ ഞാനിങ്ങനെ നോക്കിയെന്നുള്ളൂ. അല്ലാതെ ഞാൻ നോക്കിയതല്ലാതെ അമ്മ ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അവൻ അങ്ങനെ എന്നെങ്ങനെ നോക്കി. അപ്പൊ ഞാൻ ചമ്മിപ്പോയി. പിന്നെ അതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങിയത്. പക്ഷെ സംസാരിക്കലൊന്നുമില്ല കേട്ടോ, സംസാരിക്കില്ല. ജസ്റ്റ് നോട്ടം മാത്രമേ ഉള്ളൂ. ഒന്നും സംസാരങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ലോങ് സൈറ്റ് കാണുന്ന ആ ഒരു രീതിയിൽ നോർമലി ചിരിക്കും. പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇങ്ങനെ പറയും, മുന്നേ നോക്കി ചിരിച്ച് ഇതാക്കി പറ്റിയത് അങ്ങനെയൊക്കെ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി പറയും. അപ്പൊ ഒരു സപ്പോർട്ട് ചെയ്യും. പിന്നെ കണ്ട് ചിരിച്ച് നോർമലി ഞാൻ ജസ്റ്റ് എന്തോന്ന് പറഞ്ഞാൽ എന്തോ ഒരു പറഞ്ഞ ടൈമിൽ അല്ലേ, എന്തോ എക്സ്പ്രഷൻ എന്തോ കാണിച്ച ടൈമിൽ ഇപ്പൊ വായ നോക്കി അല്ലാതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ തന്നെ ഞാൻ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാല് ഇവനെ കാണാൻ വേണ്ടിട്ട് ഇറങ്ങും റോഡുമിലേക്ക്. അതായത് ഇവനെ എപ്പോഴും മെയിൻ പരിപാടി വണ്ടിയായിട്ട് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു ഇതന്നെ ഇവന്റെ പരിപാടി. ഈ ലീവിന് വന്നു കഴിഞ്ഞാൽ ഇതാ പരിപാടി. അപ്പൊ ഞാൻ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് വെറുതെ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങാനൊക്കെ പറഞ്ഞ വീട്ടിൽ നിന്ന് വെറുതെ പുറത്തിറങ്ങും. അതാണ് ഞാൻ അപ്പൊ ഞാനങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് യൂണിഫോമിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങി
പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇവൻ വണ്ടി ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഓൻ കുറച്ചപ്പുറത്ത് ദൂരത്ത് നിർത്തി. ഞാൻ അങ്ങനെ തിരിഞ്ഞു പോവും അവരെ. അപ്പൊ ഇവൻ കുറച്ചപ്പുറത്ത് നിർത്തിയിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു. അല്ല അതല്ല അതല്ല സംഭവം അതല്ല അതല്ല ഞാൻ പറയട്ടെ. ചുറ്റലുണ്ട്. ചുറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ആ ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനല്ല നോർമലി ചുറ്റും എനിക്ക് ഭയങ്കര ചുറ്റില്ല മഫ്തന്റെ കുത്ത ഇങ്ങനെ ആ സമയത്ത് അതൊക്കെ എന്നോ അതൊന്നല്ല. അപ്പൊ അങ്ങനെ കാണിച്ചു. അപ്പൊ ഞാൻ കാണിക്കുന്ന എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ച് ദൂരെ നിന്നിട്ട് ഇത്ര ചോദിക്കാനുള്ള ധൈര്യം എനിക്കാന്നുള്ളൂ. എന്തെന്ന് വെച്ച് അപ്പൊ ഇവൻ പറഞ്ഞ് അതേപോലെ തന്നെ വീണ്ടും ആക്ഷൻ കാണിച്ച്. അപ്പൊ പിന്നെ പിന്നെ സ്കൂളിൽ പോകുമ്പോ നമ്മള് യൂണിഫോമിന് മഫ്ത ഇങ്ങനെ കുത്തല്ലേ ചെയ്യും. ആ സമയത്ത് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ പഫ് ചെയ്ത് ഈ റൗണ്ടിൽ ഇങ്ങനെ മഫ്തൊക്കെ കുത്തിയിട്ട് ആ ഒരു സമയത്ത് തരും. അപ്പൊ പിന്നെ ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു രാത്രി ഇതേപോലെ തന്നെ ഇവൻ വണ്ടി ഏറ്റ് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നിർത്ത് വീടിന്റെ കൊലയില ഞാൻ ഇരിക്കുന്നത് നിർത്തുന്നു. അപ്പൊ ഇവൻ നിർത്തി. അപ്പൊ ഞാൻ ചോദിച്ചു അന്ന് എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞ് തട്ട അടിപൊളിയാ അങ്ങനെ പറഞ്ഞു. ആ അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവൻ വായി നോക്കിയല്ല എന്നുള്ള കാര്യം. ആ കാര്യത്തില് തീരുമാനമായില്ലേ. അപ്പൊ വായി നോക്കില്ലേ ഇവരാണ് എനിക്ക് ടാറ്റ തരാൻ തുടങ്ങിയതും ഇതേപോലത്തെ ഓരോ ആക്ഷൻസ് കാണിക്കാൻ തുടങ്ങിയതും ഒക്കെ. പാവം ഞാൻ വെറുതെ നോക്കും ചിരിക്കും അത്ര മാത്രമല്ലേ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ 9 നിന്ന് 10ാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു 2 കൊല്ലത്തിന് ആ ഒരു സമയത്താണ്. നോക്കുന്നു ചിരിക്കുന്നു ഇത് മാത്രമായിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു പോയി. അങ്ങനെ പിന്നെ സംസാരിക്കുക അങ്ങനെ ഒന്നുമില്ല. പിന്നെ 10ാം ക്ലാസ്സിലെത്തിയപ്പോ എന്താണ് 10ാം ക്ലാസ്സിലെത്തി. പിന്നെ ജുൻകാക്ക് അറിയില്ല കേട്ടോ ഞാൻ എത്രയിലാ പഠിക്കുന്നത് എന്നറിയില്ല, എന്റെ പ്രായം എത്രന്നറിയില്ല, ഒന്നും അറിയില്ല. ജുൻകാന്റെ വിചാരം ഞാൻ +2 എന്തോന്നാണ്. ജുൻകാന്റെ വിചാരം അവന്റെ വിചാരം ഞാൻ +1 +2. ഞാൻ ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇവന്റെ വിചാരം എനിക്ക് അന്ന് എത്ര വയസ്സാണ് 10-17 വയസ്സുള്ള ഒരു കുട്ടിയാണെന്നാണ് ഇവന്റെ വിചാരം. പക്ഷെ എനിക്കല്ലേ അറിയുള്ളൂ ഞാൻ ചെറുതാണോ. ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ഓനെ നോർമൽ വീട്ടുകാരെ പറ്റി സാധാ പോലെ ചോദിച്ചതല്ല. ഞാൻ ഇവിടെ വേണ്ടിട്ട് വന്ന് ചോദിച്ചിട്ട് എടുത്ത് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ എടുത്ത് ചോദിക്കാതെ അഥവാ അറിഞ്ഞാലോ അങ്ങനെ തോന്നിയാലോ വെച്ചിട്ട് ജുൻക അതൊന്നും ചോദിച്ചില്ല. അപ്പൊ ഇടക്ക് വീട്ടില് വരും, കാക്കന്റെ അടുത്തേക്ക് കാണാൻ വേണ്ടിട്ട് വരും. ജുൻകാക്ക് ഈ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു വണ്ടിപ്രാന്താണ്. അപ്പൊ ഞങ്ങളെ വീട്ടിലൊരു വണ്ടി ഉണ്ടായിരുന്നു, വേണ്ടാതെ വെച്ചൊരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ ജുൻക കാക്കനോട് ചോദിച്ചാൽ അത് കൊടുക്കുന്നില്ലേ, അത് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ എന്തിനായിട്ട് നശിപ്പിക്കുന്നത്, കൊടുത്താളെന്ന് പറഞ്ഞു. ജുൻകാന്റെ കെയർ ഓഫിൽ ആളുണ്ടാവും, അപ്പൊ അത് കൊടുത്താളെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ജുൻക അങ്ങനെ വീട്ടിൽ വരാൻ തുടങ്ങി. ആ ഒരു കാര്യം വന്നിട്ട് ഓൻ 1 മണിക്കൂർ വേറെ വണ്ടികളെ സംസാരിച്ച് ഓൻ പോവും. അതിന്റെ ഇടക്ക് എന്റെ മൂത്ത കാക്കനോട് ഇവൻ നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ് ഇവന്റെ. ആ സമയത്താണ് ഇവന്റെ നമ്പർ എനിക്ക് കിട്ടുന്നത്. അല്ലാതെ ഞാൻ ആർക്കും ചോദിച്ചു വാങ്ങിയൊന്നുമില്ല. ഇക്കാക്ക് ചേട്ടാ എന്റെ നമ്പർ ഒന്ന് പറയുന്നു. അപ്പൊ ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ ഉറക്കനായിട്ട് പറയുന്ന നമ്പർ. അപ്പൊ വണ്ടി നോക്കിയിട്ട് ഇങ്ങനെ ഉറക്കനെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമ്പർ ഇങ്ങനെ പറയുന്നത് ഞാൻ പെട്ടെന്ന് വേഗം നമ്പർ ഞാൻ പഠിച്ചു വെച്ചു. സ്കൂളിൽ പോലും ഞാൻ അങ്ങനെ കാര്യങ്ങളൊന്നും പഠിക്കില്ല. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഡയറി ഉണ്ട്, ആ ഡയറിയിൽ എഴുതി വെച്ച്, അതായത് ആ നമ്പർ അങ്ങനെ തന്നെ എഴുതി വെച്ചില്ല, അങ്ങനെ എഴുതി വെച്ച് ആരെങ്കിലും ആ ഡയറി തുറന്നു നോക്കിയാലും മനസ്സിലാവും കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഒരു പേജിൽ 1 ഇട്ടിട്ട് 9 എഴുതും, വേറൊരു പേജിൽ 2 ഇട്ടിട്ട് അടുത്ത നമ്പർ എഴുതും, വേറൊരു പേജിൽ 3 ഇട്ടിട്ട് അങ്ങനെ ഞാൻ ആ നമ്പർ പഠിച്ചെടുത്ത്. അങ്ങനെ കുറെ കാലം ആ നമ്പറിന്റെ കയ്യിലുണ്ടായിട്ട് ഞാൻ ഇവരെ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഒന്നും അല്ല. മെസ്സേജ് അയക്കാന്ന് പറഞ്ഞാൽ എനിക്കന്ന് വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, അങ്ങനെ ഒരു സാധനം ഇല്ല, യൂസ് ചെയ്യാൻ അറിയില്ല, നെറ്റ് പോലും എന്താന്നുള്ള എനിക്ക് അന്ന് അറിയില്ല. അങ്ങനെ ഫോണ് കാര്യങ്ങളൊന്നും ഇല്ല. ഞാനും ഉമ്മയും കൂടെ ഒരു ഫോൺ യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ 10ാം ക്ലാസ്സിലൊക്കെ എത്തി. കുറച്ച് കഴിഞ്ഞപ്പം എന്താ എൻ്റെ ഫ്രണ്ട്സിന്റെ മോട്ടിവേഷൻ പ്രകാരം ഞാൻ ഇവനെ വിളിക്കാൻ തീരുമാനമെടുത്തു. പക്ഷെ ഞാൻ അങ്ങനെ വൈകുന്നേരം ഇങ്ങനെ കൊലയിലിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോ പറഞ്ഞിട്ട് എനിക്കൊന്ന് വിളിക്കേണ്ടീനു, എനിക്ക് നമ്പർ അറിയാലോ, എന്നാ പിന്നെ ഒന്ന് വിളിച്ചാലോ. അപ്പോൾ നീ വിളിക്ക്, ധൈര്യമായിട്ട് വിളിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പം
അപ്പൊ ഞാൻ നമ്പർ ഇങ്ങനെ അടിച്ച് കളിച്ച് ഞാൻ അങ്ങനെ കോൾ ചെയ്ത് എനിക്ക് പേടിയായി, ഞാൻ കട്ട് ചെയ്ത്. ഇപ്പൊ തന്നെ തിരിച്ചു വിളിക്കുന്നത്. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചിട്ട് ആരായിരുന്നു ചോദിച്ചു. അറിയാം റോങ് നമ്പർ തന്നെ കിട്ടിയത് അല്ലേ? റോങ് നമ്പർ തന്നെ കിട്ടി. ഇല്ല, കട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ നമ്പർ മാറിപ്പോയതായിരുന്നു, സോറി എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചാൽ അത് ആരാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചാൽ മനസ്സിലായില്ലേന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഓ മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ നമ്പർ ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്താൾ കേട്ടോ, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അടിച്ചപ്പോ ഇങ്ങനെ ആയിപ്പോയെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു ആ ഓക്കെ എന്ന് പറഞ്ഞ കട്ട് ചെയ്ത്, ആ ഓക്കെ എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത്, ആ ഓക്കെ എന്ന് മാത്രമേ ജുൻഖാന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഓക്കെ മാത്രം പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കേനും അങ്ങനെ ഇങ്ങനെ നമ്പർ ഡിലീറ്റ് ചെയ്താ. ഫോണിലുണ്ടായിരുന്നു, നമ്പർ സേവ് പോലും ചെയ്തിട്ടില്ല. ഒരു പ്രത്യേക തരം സ്വഭാവം ജുൻകാക്ക് ആ സമയത്ത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിലേഷനിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഒരു പ്രാവശ്യം നോമ്പിന്റെ സമയത്ത് ഞാനിങ്ങനെ കൊലായിലിരിക്കുക. അപ്പൊ ജുൻക അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് നോമ്പ് തുറന്നു കഴിഞ്ഞ് പള്ളി പോവാ അങ്ങനത്തെ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് ചെക്കന്മാരുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ ഞാൻ കൊലായിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഞാൻ കൊലായിൽ മെയിൻ ആയിട്ട് ഇരിക്കുന്നത് ജുൻകാനെ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 100 പ്രാവശ്യം പോവല്ലോ, അപ്പൊ എനിക്ക് 100 പ്രാവശ്യം കാണാം. അപ്പൊ ഇടക്കിടക്ക് ആ സമയത്തൊക്കെ പഠിച്ചു വന്ന് എപ്പോ ലീവ് കിട്ടിയാലും വരും. എനിക്ക് ഒരു 2 ദിവസം ഗ്യാപ്പാണ്, ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരും. അപ്പൊ ഇടക്കിടക്ക് എനിക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ കൊലായിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജുൻകാനെ ഫ്രണ്ട്സ് വന്നില്ല. സാധാരണ ഫ്രണ്ട്സ് വന്നിട്ടാണ് ജുൻക വരിക, ഇത് ജുൻക വന്നിട്ടാണ് ഫ്രണ്ട്സ് വരുന്നത്. അപ്പൊ ജുൻക അങ്ങനെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ കൊലായിൽ ഇരിക്കുന്നത്, ജുൻക നേരെ എന്റെ ഫ്രണ്ടിലാട്ടോ നിൽക്കുന്ന റോഡില്. അപ്പൊ ജുൻകാക്ക് ഒരു കോള് വന്ന് ജുൻക സംസാരിച്ചു കഴിഞ്ഞ്. അപ്പൊ അതുവരെ ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. എനിക്കിങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കാനുള്ള ധൈര്യമുള്ളൂ, അല്ലാതെ എന്നെ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുന്ന സമയത്തേക്ക് നോക്കാനുള്ള ധൈര്യമില്ല. അങ്ങനെ ഞാൻ അങ്ങനെ ദൂരെ നിന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജുൻക ആ ഫോൺ കട്ട് ചെയ്തിട്ട് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന്, ഞാനെങ്ങനെയാണോ ഇരുന്ന് അതേപോലെ തന്നെ ജുൻക ഇങ്ങനെ ഇരുന്ന്. അപ്പൊ ഞാൻ പേടിച്ചു. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ എണീറ്റ് പോണോ, ഞാൻ എന്താ എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ ഇങ്ങനെ പറച്ചു ഫ്രണ്ട്സ് വരണേ. അപ്പൊ ഫ്രണ്ട്സ് വരുന്ന വണ്ടീന്റെ സൗണ്ട് നമ്മൾ കേൾക്കാം, വണ്ടീന്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പത്തേക്കും ഇങ്ങനെ ഇരുന്ന് ജുൻക ഇങ്ങനെയൊക്കെ ആയി. അപ്പൊ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു ചിരിക്കുന്നു. എന്നിട്ട് വണ്ടിമ കയറി പോകുമ്പോ ജുൻകയ്ക്ക് ടാറ്റ തന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ റെസിഡൻസിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ കാക്കന്റെ കൂടെ കാക്ക ഇങ്ങനെ റെസിഡൻസിന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി ഇറങ്ങാം. ഈ കാക്കല്ല, മൂത്ത കാക്ക. അപ്പൊ എന്നോട് ചീ വരുന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഞാൻ വരുന്നു. ആകെ എനിക്ക് വരാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജുൻകാനെ കാണുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ അവിടെ പ്രോഗ്രാമിന് പോയി. ഞാനിങ്ങനെ ഏറ്റവും ബാക്കിലാണ് നിന്ന്. ഞാനും കാക്കി ഇങ്ങനെ ബാക്കിൽ നിൽക്കുക. ഞാനിങ്ങനെ ചുറ്റിനും നോക്കി, ജുൻകാനെ കാണില്ല. അങ്ങനെ ഞാൻ ആ ഒരു നിഴലില് ജുൻകാന്റെ തല പോലെ ഒരു തല തോന്നിക്ക്, ഇതേപോലത്തെ മുടിയൊക്കെ ആയിട്ട്. അപ്പൊ ഞാനിങ്ങനെ ആ ആളിങ്ങനെ കുറച്ചു നേരം നോക്കി തിരിഞ്ഞു നോക്കിയപ്പോ ജുൻകല്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രോഗ്രാമിലൊന്നും അല്ല എന്റെ കോൺസെൻട്രേഷൻ, ജുൻക എവിടെ പോയി, ജുൻക പ്രോഗ്രാം കാണാൻ വന്നിട്ടുണ്ടോ, അതൊക്കെയാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നടന്നു വരുന്നേ. അപ്പൊ മൈൻഡ് വെക്കുന്നില്ല, നോക്കിയില്ല മുഖത്തേക്ക്. അതുകൊണ്ട് നോക്കില്ല, തല താഴ്ത്തി പോണു കേട്ടോ. അപ്പൊ ഞാൻ എന്റെ അടുത്തുകൂടെ തന്നെയാ പോയത്. അപ്പൊ നോക്കാതെ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ തിരിച്ചു വന്ന്. അപ്പൊ കാക്ക പറഞ്ഞു നമുക്ക് പ്രോഗ്രാം മതിയില്ലേ, നമുക്ക് പോവാല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഞാനിങ്ങനെ കൊലായിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ടേ ഇരിക്കുക. അപ്പൊ ലൈറ്റ് ഓഫ് ആക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്നൊരു പാട്ട്, ഈ റെസിഡൻസിന്റെ പ്രോഗ്രാമിന്റെ മന്ദാരച്ചെപ്പുണ്ടോ എന്നുള്ള ആ പാട്ടില്ലേ, അതിന്റെ പേര് നൊസ്റ്റാൾജിയ പാട്ട് കേൾക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ആരപ്പ് ഇവിടെ ഇങ്ങനെ പാടുന്ന ഒരാളുള്ളത്. സത്യം ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ നോക്കി പറയുന്നല്ലേ, ഞാൻ അങ്ങനെ വിചാരിച്ചു ഇവിടെ ആരെ ഇങ്ങനെ പാട്ട് പാടുന്ന ഒരാളുള്ളത്. അല്ല, ഞാൻ ശരിക്കും പറയണെങ്കിൽ ഞാൻ ആ പാട്ടിന്റെ സ്റ്റേജിലേക്ക് കയറുമ്പോ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ എവിടെങ്കിലും ഇവിടെ എല്ലാവരും സൽമാൻ എല്ലാവരും ഇവിടെ അവിടെ ഇല്ല, ഓൾ അവിടെ വന്ന് പോയതാണ്. ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ അവിടെ ഇല്ലേ, ഓള് പ്രതീക്ഷിക്കുന്നില്ല പാട്ട് പാടുന്നുള്ളത്. അപ്പൊ ഓൾ ആ സ്റ്റേജിന്റെ പുറത്ത് എന്നെ കാണുന്നുണ്ടാവും ഞാൻ പാടുന്നത് എന്നുള്ള രീതിയിലേ. പക്ഷെ കാരണം ആ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടം, ഓള് വെച്ചിട്ടുണ്ട് ആ പാട്ട് ഞാൻ പാടുന്നതിന് മുന്നേ കേൾക്കില്ലേ പാട്ട്, ഫോണിൽ വെക്കലുണ്ട്. ആ പാട്ട് കഴിഞ്ഞതും ജുൻകായും ഫ്രണ്ട്സ് കൊണ്ട് ഓടി വരുന്ന അവിടുന്ന്. പാടി പേടിച്ചിട്ട് പാടി കഴിഞ്ഞപ്പോ പിന്നെ പേടിയായി.
ടെൻഷനായി. ഞാൻ ആ പാട്ട് വെക്കാറുണ്ട്, പക്ഷെ ഇത് ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അതിനെ കൊണ്ട് തന്നെയാണ് ഞാൻ ആ പാട്ട് പാടിയത്. ആ പാട്ട് പാടുന്ന ആ സ്റ്റേജിലേക്ക് കയറുന്ന ടൈം മുതൽ ഞാൻ അവളെ നോക്കുന്നുണ്ട്, അവളെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ അവൾ ഇവിടെ ഉണ്ടോ. പക്ഷെ ഞാൻ അവളെ നോക്കിയിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പാടി കഴിഞ്ഞിട്ട് പക്ഷെ ഇവിടെ കേൾക്കുന്നുണ്ടാവും എനിക്കറിയാം, കാരണം അവളെ വീട്ടിലുണ്ട്. അവിടുന്ന് വരുന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടെന്നാണ്. അവിടെ ആ ഒരു പരിപാടി കാണാൻ വേണ്ടി തൊട്ടടുത്ത് തന്നെയാണ് പ്രോഗ്രാം വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവളെ എവിടെയും കണ്ടില്ലേ. ഞാനപ്പം എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് പാട്ടും കഴിഞ്ഞ് ടെൻഷൻ എല്ലാം കൂടി ആയിട്ട് ഞാൻ ഇറങ്ങി ഞാൻ ആ റോഡിലേക്ക് ഓടി. നോക്കുമ്പോണ്ട് അവിടെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ തലവെച്ച് ഞാൻ അങ്ങനെ ലൈറ്റ് ഇല്ലാതെ ഇരിക്കുന്നോണ്ട് ഞാൻ ഉണ്ടോ ഇല്ലേ അവിടെ മനസ്സിലാവില്ല. അങ്ങനെ റോഡ് മുന്നിൽ ഇങ്ങനെ ഇങ്ങനെ നോക്കി. അപ്പൊ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തല പൊക്കി കൊടുത്തു ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളതില്. അപ്പൊ നേരിട്ട് വണ്ടിമ കയറി പോയി ടാറ്റയും തന്നിട്ടായി പോയത്. ടാറ്റയും തന്നിട്ടാ ചുൻകാൻ പോയത്. അപ്പൊ ഞാൻ ടാറ്റ എടുത്ത്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ചുൻകാരെ കൈ ഒടിഞ്ഞ് ഇടക്ക് കൊല്ലത്തിൽ 4 വർഷം ഉണ്ടാവും കയ്യോ കാലോ. ഇപ്പൊ ആക്സിഡന്റ് ഒന്നും ആവില്ല, കുറച്ചു കാലം മുന്നേ വരെ അങ്ങനെ ഇടക്കിടക്ക് എന്തെങ്കിലും ഇത് കുറച്ചു കാലം മുന്നേ ചെറിയൊരു സാധനം പെയിന്റ് ചെറുതായിട്ട് ഇളകി പോയതിന്റെ പ്രശ്നം. അതേപോലെ ഇവന് കൈ ഒടിഞ്ഞ സമയത്ത് അതാണ് ഞാൻ അങ്ങോട്ടേക്ക് സംസാരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ കൈ ഒടിഞ്ഞ് ഇങ്ങനെ റോഡ് മേൽ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുക ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ ഓര് പോയപ്പോൾ ഞാൻ ചോദിച്ചു കൈക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. പിന്നെ ഇവിടെ വീണതാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ലീവിന് വന്ന ടൈമില് വർക്ക് ചെയ്യുന്ന ടൈമില് സംസാരിച്ചു തുടങ്ങുന്നത് അതങ്ങനെയല്ല. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഓന് ജുൻഖാനെ അറിയാം. അപ്പൊ എനിക്ക് അങ്ങോട്ടേക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കാരണം എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതല്ലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നൊക്കെ ഷെയർ ചെയ്യുന്ന. അപ്പം എൻ്റെ ക്ലാസ്സിൽ കുറച്ച് പേർക്കൊക്കെ അത്യാവശ്യം അറിയാം എനിക്കിങ്ങനെ ഒരാളുണ്ട്, ജുനു എന്നാണ് പേര്, അതൊക്കെ അറിയാം. അപ്പോൾ ഇവന് ജുൻഖാനായിട്ട് കമ്പനിയായി. അപ്പം ഞാൻ ഇങ്ങനെ ഡെയിലി പോയിട്ട് ഓനെ വെറുപ്പിക്കും. എടാ എന്തെങ്കിലും പറഞ്ഞോ, ഓനെ പറ്റി എന്തെങ്കിലും ചോദിച്ചോ, എന്തെങ്കിലും അറിയാം, അങ്ങനെ പോയി വെറുപ്പിക്കും. അപ്പോൾ ഓന് ദേഷ്യം പിടിക്കും. ഓൻ്റെ അടുത്ത് പറയും ഈ എന്താണ് ഇങ്ങനെ വെറുപ്പിക്കാൻ നിൽക്കുന്നത് അങ്ങനെയെന്നൊക്കെ പറയും. അപ്പോൾ ഓന് ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പോയിട്ട് ഇത് ജുനുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും എനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം. ഞാൻ കമ്പനിയാണെന്നുള്ളൂ, പക്ഷെ എന്നോട് ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഓൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇത് എന്തായാലും ജുനുവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ പിറ്റേന്ന് പോയിട്ട് ജുൻഖാന്റെ അടുത്ത് പറഞ്ഞു തോന്നുന്നു എനിക്ക് പറഞ്ഞു എന്റെ ക്ലാസ്സിൽ ഇങ്ങനെ പഠിക്കാൻ നിങ്ങളെ വീടിന്റെ അടുത്തുള്ള ഒരാൾക്ക് ഇഷ്ടമാണ്, ഷാമിയ എന്നാണ് പേര്. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്കറിയാം. എനിക്കറിയാം, ആയിക്കോട്ടെ വലിയ സംഭവമാക്കി ആയിക്കോട്ടെ കുഴപ്പമില്ല ഞാൻ സംസാരിച്ചോളാം. അന്ന് രാത്രി എന്നെ കണ്ടിട്ടോ അവിടുന്ന് കണ്ടപ്പോ എന്നോട് പറഞ്ഞ് ഞാൻ ഓനെ കണ്ടിണ്ടേനു, എന്നോട് ഒരു കാര്യം പറഞ്ഞെന്ന്. അപ്പൊ ഞാൻ എടുത്ത വഴിക്ക് പറഞ്ഞു ഒന്ന് വിശ്വസിക്കരുത് കേട്ടോ. എന്നോട് പറയാ ഓൻ പറഞ്ഞൊന്ന് വിശ്വസിക്കണ്ട, വെറുതെ പറഞ്ഞു. ഞാൻ എന്താ പറയാ. അപ്പൊ കാറിന്റെ ഡോർ അടച്ചിട്ട് ജുൻകാൻ പോയി. അപ്പൊ ഞാൻ ആലോചിച്ച വേണ്ടില്ലായിരുന്നു, കുറച്ചു നേരത്തെ അറിയിക്കാൻ പറ്റും, അതേന്നല്ലോ നല്ലത്. പിന്നെ അങ്ങനെ അത് പോയി. അങ്ങനെ പിന്നെ ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ ചേർന്ന സമയത്ത് എനിക്കൊരു ന്യൂസ് കിട്ടി ജുൻകാക്ക് റിലേഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ ആകെ തകർന്ന് ആ ഒരു ഓണത്തിന് സമയത്തേനും. അപ്പൊ ഞാൻ റിലേഷൻ ഉണ്ടായിട്ട് പിന്നെ എന്നോട് എന്തിനു നോക്കി ചിരിച്ചത്. കാരണം പിന്നെ ഞാനിങ്ങനെ ആലോചിക്കും ഇനിയിപ്പം നോക്കി ചിരിച്ചത് ആ ഒരു നാട്ടിലാണ്, ആ ഒരു രീതിയിലാണോ. പക്ഷെ അങ്ങനെയാണെന്നെ ചാറ്റി ഇങ്ങനെ കാണിക്കണ്ടേ, അങ്ങനെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ അത് കോഴിയാണോ ഫ്ലേർട്ട് ചെയ്യാണോ ഒന്നും എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ട്യൂഷൻ ക്ലാസ് എന്ന് പറയുന്നത് ഞങ്ങൾ മെയിൻ റോഡിന്റെ ആ ഒരു ഭാഗത്തേനും. അപ്പോൾ കാറും എടുത്ത് ജുൻക ആ വഴി പോയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ, ഓണത്തിന്റെ സമയത്താണ്. അപ്പൊ ജുൻകാക്ക് എന്തോ ഓണപരിപാടിയൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പൊ അതിന് പോയതാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ അങ്ങനെ കുറെ നേരം വെയിറ്റ് ചെയ്തു, എനിക്ക് ഇന്ന് കാണണം, എനിക്ക് ഇന്ന് തീരുമാനാക്കണം. അപ്പോൾ തീരുമാനാക്കണം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു. ജുൻകാന്റെ കാറിന്റെ സൗണ്ട് ഡ്രെന്നുള്ള സൗണ്ട്. അപ്പൊ എവിടുന്ന് വരികയാണെങ്കിൽ നമുക്കത് കേൾക്കാൻ പറ്റും. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന് അടർന്ന് കേൾക്കുമ്പോൾ കാറ് പോയി. ഞാൻ താഴെ തോടിയെത്തുമ്പോഴത്തേക്ക് കാറ് പോയി. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് കുറച്ച് നടക്കാണ്ട് എന്നിട്ട് കുറച്ച് നടന്ന് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ ജുൻഖാൻ അവിടെ കാണാനില്ല. അങ്ങനെ ആ ഒരു ഭാഗത്തൊന്നും കാണാനില്ല. അങ്ങനെ ആ സംസാരിക്കുന്ന ചാൻസും പോയി. അതായത് എനിക്കൊരു തീരുമാനം ഉണ്ടാക്കണം, റിലേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ നോക്കണ്ടല്ലോ.
പിന്നെ ആ പറഞ്ഞ ആളെന്നെ പറഞ്ഞു എനിക്ക് റിലേഷൻ ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല, അങ്ങനെ മുന്നൊരു റിലേഷൻ ഉണ്ടേനു എന്നാ കേട്ടത്. മുന്നേ ഉള്ള ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, ശരി തന്നെയാണ്. മുന്നേ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് ചെറിയൊരു ചെറുതായിട്ട് ജുൽഖാനെ ഇസ്തിരിട്ടപ്പോ തന്നെ ജുൽഖാൻ ഇന്ത്യയിലേക്കും ഞങ്ങൾ അങ്ങോട്ടും കൂടെ നോക്കും ചിരിക്കുന്നു. അല്ല ഞാനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറെ കഴിഞ്ഞിട്ടുണ്ടോ, മീൻസ് ഇത് കുറച്ചു കാലം മുന്നേ ആണ് ഈ ഒരു വിഷയമൊക്കെ, ഒരു 2 കൊല്ലൊക്കെ മുന്നേ, വരുന്നതിന്റെ 2 കൊല്ലം മുന്നേക്കുള്ള വിഷയമാണ്. 1 കൊല്ലം 1.5 കൊല്ലം ആവറേജിലാണ് വരുന്നത്. പിന്നെ ഇവിടെ വരുന്നുണ്ട് ആ ടൈമിൽ എനിക്കൊരു റിലേഷനോ വരാൻ അങ്ങനത്തെ ഒന്നുമില്ല. ഞാനിപ്പോ ഞാൻ എന്താ വിചാരിച്ചാല് അങ്ങനല്ല, ഒന്ന് കിട്ടി ഇനി ഇനി വേണ്ട ഞാൻ ഇനി കിട്ടരുന്നുള്ള രീതിയിൽ ഞാൻ വേണ്ട ഇനി എന്തിനാ വെറുതെ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ കുറെ ബാക്കോട്ട് നിന്ന ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ബാക്കോട്ട് നിന്ന കാരണം അത് തന്നെയാണ്. ഞാൻ അവളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു ചെയ്തു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു പേടി അടുക്കാൻ വേണ്ടിട്ട്, ഇനിയിപ്പൊ അഥവാ ഞാനും അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയേ, ട്യൂഷൻ ക്ലാസ്. അങ്ങനെ എനിക്കന്ന് പോയപ്പോ കാണാൻ പറ്റിയില്ല. അങ്ങനെ ആളെന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് മുന്നേ ഉള്ള റിലേഷൻ ഇനി ഉപ്പ ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അറിഞ്ഞു. ഞാൻ ജുൻഖാനെ പ്രേമിക്കുന്നതിന് മുന്നേ ജുൻഖാനെ പറ്റിയുള്ള എല്ലാ ഹിസ്റ്ററിയും എനിക്ക് കിട്ടിയിരുന്നു. ജുൻഖാക്ക് റിലേഷൻ തുടങ്ങിയതിന് ശേഷം ഒന്നും പറയില്ല, കാരണം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം ഇന്ന ആളല്ലേ പ്രേമിച്ചു, ഇത്ര കൊല്ലല്ലായിരുന്നു ഒക്കെ എല്ലാ കാര്യങ്ങളും. അത് മാത്രല്ല റിലേഷന്റെ മാത്രല്ല അല്ലാത്ത എല്ലാ ഡീറ്റെയിൽസും ഞാൻ ജുൻഖാനെ പറ്റി ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചകഞ്ഞെടുത്തിട്ടാണ് ഞാൻ പ്രേമിച്ചത്. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ജുൻഖാനെ കണ്ടപ്പോ ഞാൻ ചോദിക്കാന്ന് പറഞ്ഞു, ഇങ്ങനെ നേരിട്ട് ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നില്ല, ദൂരത്തുനിന്ന് ഞങ്ങൾ കാണുന്ന സമയത്ത് ഞാൻ അങ്ങനെ പറയും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ചോദിക്കും എന്താ, അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് നിങ്ങൾക്ക് ഇന്നൊരാളെ ആ ആളെ പേര് ഞാൻ പറഞ്ഞു അറിയോന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് ഇങ്ങനെ അറിയാന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊക്കെ അറിയാന്ന് പറഞ്ഞു. അപ്പൊ അത് അവിടെ നിന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി അത് അങ്ങനെ മുന്നത്തെ ഒരു റിലേഷൻ ആണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആയി. അപ്പൊ പിന്നെ വീണ്ടും തുടങ്ങാലോ. പക്ഷെ ഇതിന്റെ അടുത്ത് കുറെ ആൾക്കാര് ഈ എന്താ പറയാ തെറ്റിക്കാൻ നോക്കിയിട്ടുണ്ട്. ആൾക്കാര് ഇവളോട് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടും അങ്ങനെ ആക്കിയിട്ടൊക്കെ തെറ്റിക്കാൻ നോക്കിയിട്ടുണ്ട്. സത്യമാണോ അതൊക്കെ? അപ്പൊ ഇതേപോലെ തെറ്റിക്കാൻ നോക്കിയിട്ടുണ്ട്. ആ ആൾക്കാർ തന്നെ ഞങ്ങൾ റിലേഷനിലായപ്പോ എന്റെ അടുത്ത് തിരിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാനത് വെറുതെ പറഞ്ഞതാണ്, എന്നാ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ. അത് എന്തിനാ എനിക്ക് മനസ്സിലായില്ല. ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാ ഇത്രയും എന്താ പറയാ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നെന്ന് എനിക്കറിയില്ല. ചില ടൈമിൽ ഇങ്ങനെ സംസാരിക്കാൻ ആ ഒരു സംസാരിക്കുകയാണെന്ന് ഇവിടെ ചിലതൊക്കെ അങ്ങനെ ചോദിക്കുമ്പോ ഞാനറിയാത്ത എന്നെ പറ്റുള്ള കഥയോ എന്താ പറയുന്നത് ആ കാര്യം ചോദിക്കും. പക്ഷെ അപ്പൊ എനിക്ക് എന്താന്ന് മനസ്സിലായില്ല. പക്ഷെ പിന്നെയാണ് ഇവള് പറയുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഓരോ ആൾക്കാരിങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ. പക്ഷെ ഓള് എല്ലാ രീതിയിലും ഒന്നുമില്ല. അപ്പൊ ആ നാട്ടുകാർക്ക് മൊത്തം അവിടെ എല്ലാരും പറയാം എനിക്ക് ജുൻഖാനെ ഇഷ്ടാന്നുള്ളത്. പക്ഷെ ജുൻഖ നല്ലവനായ ഉണ്ണിയായിരുന്നതുകൊണ്ട് ആരടുത്തും പറഞ്ഞില്ല ഇന്നെ തിരിച്ചിങ്ങോട്ട് ഇഷ്ടാന്നുള്ള കാര്യം. ജുൻഖ പറയും അത് ശരിയാവില്ലടാ, അവള് ചെറിയ കുട്ടിയാണ്, ആ ഒരു രീതിയിലൊക്കെ എല്ലാരടുത്തും സംസാരിച്ച് എന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ചിരിക്കുന്നു, ടാറ്റ തരുന്നു. അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇനിയും ഈ ഒരു റിലേഷൻ എന്നുള്ള രീതിയിലൊക്കെ അങ്കാന്റെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി തരാന്നൊക്കെ രീതിയിലൊക്കെ അങ്ങനല്ല. ഓഹോ അത്രക്ക് വലിയ ചിന്താഗതിയിലേനു. ഞാൻ പറയില്ല ഇനി ചോദിക്കും നിങ്ങൾ പറഞ്ഞാൽ. അപ്പൊ ജുൻഖ ആ രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. അപ്പൊ എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കുമ്പോ ഇങ്ങനെ ദേഷ്യം വരും. എൻ്റെ അടുത്ത് ചിരിക്കും, ടാറ്റ കാണിക്കും, ഇതൊക്കെ ചെയ്യും. എന്നിട്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് അവള് ചെറിയ കുട്ടിയാടാ അങ്ങനത്തെ രീതിയിൽ സംസാരിക്കും. ആദ്യം കിട്ടിയ ആ ഒരു തേപ്പിന്റെ ഹാങ് ഓവറിൽ ജുൻഖാക്ക് സംഭവം ഇതിനോട് അടുക്കാൻ ഒരു പേടിയാണ്, അതാണ് വേണ്ടാന്ന് വെച്ചത്. അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ സ്കൂളത്തെ ഈ ഫ്രണ്ടില്ലേ ഓൻ്റെ ഫോണിൽ നിന്ന് എപ്പോഴെങ്കിലും ഇപ്പൊ നമുക്ക് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു സമയത്തൊക്കെ ഞാനിങ്ങനെ വിളിക്കും. അപ്പൊ എന്നോട് പറയും ഞാൻ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഇതൊക്കെ 10th എന്നുള്ള സംഭവം കേട്ടോ, ഈ കഥകൾ മൊത്തം 10th ഉള്ളതാ. അപ്പൊ എന്നോട് പറഞ്ഞ് എന്നെ കൊലായിലൊന്നും കാണലില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു കൊലായിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ഈ ചീത്ത വെക്കും, കകമരടുത്ത് ചിലപ്പോ ഞാൻ ഫുൾ ടൈം ഇവരെ കാണാൻ വേണ്ടി കൊലായിൽ ഇരിക്കല്ലേ. അപ്പൊ ചീത്തയേക്കും. അപ്പൊ ബാക്കിയുള്ളവർ വിചാരിക്കും, ബാക്കി അവിടെയുള്ള ചെക്കന്മാരൊക്കെ വിചാരിക്കും ഞാൻ ഓരെയും കൂടെ കാണാതിരിക്കാന്നുള്ളത്. ഇവനും എനിക്കേ അറിയുള്ളൂ ഞാൻ ഇവനെ കാണാൻ വേണ്ടി ഇരിക്കാന്നുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ചീത്തയേക്കും അതുകൊണ്ടാന്ന് പറഞ്ഞു.
എന്നുവെച്ച് അതൊക്കെ അത്രമാത്രം അന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ മിസ് വന്ന് ഞങ്ങൾ ഫോൺ കട്ട് ചെയ്ത് സ്കൂളിലേക്ക് ഫോൺ ഇങ്ങനെ അറിയാതെ കൊണ്ടുവരുന്ന ആണല്ലോ ഒരു, അപ്പൊ നമ്മളെ പിടിപ്പിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ കട്ട് ചെയ്ത് പിന്നെ ഞങ്ങള് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 5, 2015. അന്നാണ് ഞങ്ങള് ആ ഒരു റിലേഷൻ തുറന്നു പറയുന്നത്. എനിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്തായാലും ഓളെ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ആ ഒരു രീതിയിൽ ഒരു ക്രഷ് എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടം കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പം. പക്ഷെ എനിക്ക് എങ്ങനെ ഇവളോട് ഈ കാര്യങ്ങളൊക്കെ പറയും, എന്താവും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും ആ ഒരു ലാഗ് എന്നുള്ള രീതിയിൽ നിന്നത്. ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊറ്റ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. കാരണം ഫസ്റ്റ് എനിക്ക് ആ ഒരു ചെറിയൊരു വിഷയം ഉണ്ടായതിന്റെ മുകളിൽ ഇനിയും അങ്ങനത്തെ ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ വരണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ അത്രയും ലാഗ് കാര്യങ്ങൾ രീതിയിൽ കൊണ്ടുവന്നത്. പിന്നെ ഒരു കാര്യം എന്നുണ്ടെങ്കിൽ സൽമാൻ എന്നുള്ളൊരു അല്ല പെങ്ങൾ എന്നുള്ള രീതിയിലും അതും അതിലൊരു ഇതായിരുന്നു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ അതൊന്നും നോക്കിയിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പലപ്പോഴും അവളെ കാണാൻ വേണ്ടിയിട്ടൊക്കെ കൂടിയാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വണ്ടിയിട്ട് പോറും. പിന്നെ അവിടെ ഇവിടെ വെയിറ്റ് ചെയ്യലും. പിന്നെ ഏകദേശം ഇവള് സ്കൂൾ വിട്ടിരുന്ന ടൈമൊക്കെ എനിക്ക് ഏകദേശം അറിയാം. ഏകദേശം ഒരു കണക്കാക്കി ഞാൻ അവിടെ ഇവിടെയൊക്കെ നിൽക്കാറുണ്ട്. പക്ഷെ ഇവളെന്നെ അങ്ങനെയൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ആയിട്ട് പോയിട്ട് ഞാൻ അവിടെ നൈസായിട്ട് നിൽക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ഇവളെന്നെ ശ്രദ്ധിച്ചിരിക്കുന്നു എനിക്കറിയില്ല. ചിലപ്പോ കണ്ടിട്ടുണ്ടാവില്ല, മേ ബി ചിലപ്പോ കാണാൻ സാധ്യത കുറവാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും 100 വട്ടം പോകുന്ന പറഞ്ഞു. ഞാൻ കൊലായില് രാത്രിയില് ബുക്കായിട്ടേ ഇരിക്കുക. പക്ഷെ ബുക്കിലൊന്നും ഇതൊന്നും ഉണ്ടാവില്ല. എപ്പോ വരും കറക്റ്റ് 9:25 ആവുമ്പോഴാണ് ജുൻക കാറായിട്ട് വരിക. ആ ജുൻക വരുന്നത് നമുക്ക് ദൂരത്തുനിന്ന് കേക്കാട്ടോ. ദൂരത്ത് ഇങ്ങനെ ആ കാറിന്റെ സൗണ്ട് ഇങ്ങനെ കേക്കാം. അത് കേൾക്കുമ്പോ എന്റെ വയറൊക്കെ ഇങ്ങനെ എന്തോ കടിച്ചു പറിക്കുന്ന ഒരു ഫീൽ. എനിക്ക് പേടിയോ, കാണാൻ വേണ്ടിട്ടാ ഇരിക്ക. പക്ഷെ ആ സൗണ്ട് കേൾക്കുമ്പോ ഇങ്ങനെ നോക്കുമല്ലോ, അപ്പൊ എനിക്കിങ്ങനെ പേടിയാവും. എനിക്കിങ്ങനെ വിറയൊക്കെ വരുമോ, തണുത്തിട്ടുണ്ട്, കൈ ഇങ്ങനെ തണുത്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല കേട്ടോ. അത് ആ സമയത്ത് അത് കാണാൻ വരുന്നുണ്ടെന്നുള്ള എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഞാൻ കൊലായിൽ ഇരിക്കുന്ന സമയത്ത് ജുൻക വെറുതെ എവിടെയെങ്കിലും പോയി വരുന്ന സമയത്ത് ജുൻക വണ്ടിയായിട്ട് ഇങ്ങനെ റോഡ്, ഇതിപ്പോ എന്റെ വീടാണ്, ഇത് ഫ്രണ്ടിൽ റോഡാണ്. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ജുൻക ഇങ്ങനെ നോക്കിയിട്ട് നേരെ റോട്ടിൽ പോ. അപ്പൊ നമുക്ക് അതിന്റെ സൗണ്ട് കേൾക്കാലോ. അപ്പൊ വെറുതെ ഒന്നും അല്ലാത്തൊരു സ്ഥലത്ത് നിർത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. അവിടുന്ന് വണ്ടി വളച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ വളവിലൂടെ ഇങ്ങനെ നോക്കിയിട്ട് പോകും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിനെ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പ്രതീക്ഷയിൽ ഞാൻ കുറെ കാലം ജീവിച്ചു പോയി. പിന്നെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു റിലേഷനിലായി കഴിഞ്ഞാൽ എന്താണ്, ഞാൻ പഠിക്കല്ലേ, അല്ല എനിക്കിത് തോന്നുന്നത് ക്രഷ് മാത്രമാണോ, സീരിയസ് ആണോ, അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ട്. അഥവാ എന്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രശ്നം ഉണ്ടാവും, കാക്കമാരുടെ തല്ല് കിട്ടുമോ, ഞാൻ ഈ ഒരു ഇതിലേക്ക് നിൽക്കുന്ന ടൈമിൽ തന്നെ എനിക്ക് ഏകദേശം ഒരു ചിന്തയൊക്കെ ഉണ്ട്. എപ്പോ വേണമെങ്കിലും എയറിലാവും. കക്കമാരെ ഒറ്റ വെങ്കളാണ്. നിനക്ക് എയറിലാവാന്നുള്ള പേര് മാത്രമുള്ളായിരുന്നു. പക്ഷെ ശരിക്കും നിനക്ക് എയറിലായി. വീട്ടിൽ പൊക്കിയതിന് ശേഷം അതിപ്പോ വരും, കുറച്ചുകൂടെ കഴിഞ്ഞാൽ വരും. അപ്പൊ എനിക്ക് പേടിണ്ടായിരുന്നു. ഞാനിങ്ങനെ ചതിയാണ് ഞാൻ ചെയ്യുന്നത്, ഇപ്പൊ റിലേഷനിലാവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനത്തെ ആ ഒരു പ്രായമല്ലേ ഉള്ളൂ എനിക്ക്. പക്ഷെ ഞാൻ കുറെ പ്രാവശ്യം ഞാൻ ഉള്ളിൽ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇത് വേണ്ട. പക്ഷെ നിനക്കാരെ കാണുമ്പോ ഇനിയാണ് ഗൈസ് ഞങ്ങളെ ശരിക്കുള്ള ഒരു കഥ തുടങ്ങുന്നത്. ഡിസംബർ 5 ഞങ്ങൾ റിലേഷനിലാവുന്നത്. ഡിസംബർ 5 ജുൻക എക്സാം ഒക്കെ കഴിഞ്ഞ് ഒരു ലോങ് ലീവ് ഉണ്ടായിരുന്നു. ഞാൻ ലോങ് ലീവിന് എക്സാം ഒക്കെ കഴിഞ്ഞ് ഞാൻ ലോങ് ലീവിന് ഇവിടെ വന്ന ടൈമിൽ ഞാൻ വെറുതെ ഇങ്ങനെ വണ്ടിയിട്ട് നടക്കണമെന്ന് വെച്ച് ഞാൻ ചെറിയൊരു വർക്കിന് കയറിയ ടൈമിലാണ് എനിക്ക് കോൾ വരുന്നത്. അത് പണ്ടത്തെ ആ ഒരു ലാൻഡ് ലൈൻ കോൾ ചെയ്ത് കോയിൻ ബോക്സ് കോൾ. കാരണം കയ്യില് ഫോണില്ലല്ലോ. അപ്പൊ ഞാന് അതിന് മുന്നേ ഞാൻ മറ്റേ ഫോണിന്ന് വിളിച്ചു, എന്റെ ഫ്രണ്ടിന്റെ ഫോണിന്ന് വിളിച്ച്. അപ്പൊ ഇതൊക്കെ ഞാൻ എന്റെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു വലിയ ഇത് എനിക്ക് ഇതിലുണ്ട്, എന്താ പറയാ പങ്ക്, സപ്പോർട്ടിന്റെ ഓരോ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ചെയ്യുന്നു. ജുൻക വർക്കിന് കയറിയതാണ്. അപ്പൊ ജുൻക വീട്ടില് ഉണ്ടാവലുണ്ട്. സ്പെഷ്യൽ ക്ലാസ്സിന് പോയ സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഫോണിന്ന് വിളിച്ച സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നും പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് മിസ് വന്നപ്പോൾ കോള് കട്ട് ചെയ്ത് അങ്ങനെ ഞാൻ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വിളിച്ച ഫോണിലേക്ക് തിരിച്ചു വിളിച്ച് അവന്റെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ ക്ലാസ്സിലാണ്. അപ്പൊ അറ്റൻഡ് ചെയ്തില്ല. സ്പെഷ്യൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് വന്ന് ബസ് സ്റ്റോപ്പിലേക്ക് സ്റ്റാൻഡിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പൊ ഈ നടക്കുന്നതിനിടയിൽ ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം.
അങ്ങനെ സ്റ്റാൻഡിൽ ഞങ്ങൾ എത്തി. ആ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ ഓളെടുത്ത് പറഞ്ഞു എനിക്ക് ഇന്ന് പറയണം, എനിക്ക് തുറന്നു പറയണം എന്നുള്ള രീതിയിൽ ഞാൻ ഓള് പറഞ്ഞു എനിക്ക് ഇന്ന് തുറന്നു പറയണം, എനിക്കൊന്ന് വിളിക്കണം. അപ്പോൾ ഓളിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ബാ നമുക്ക് പോവാം, നമുക്ക് അവിടെ കോയിൻ ബോക്സിൽ നിന്ന് വിളിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഓളിൻ്റെ കയ്യും പിടിച്ച് വലിച്ച് അവിടുന്ന് പോയി. ഓൾറെഡി ഞങ്ങൾ ലേറ്റ് അയക്കുന്നത്, പക്ഷെ ഓളിൻ്റെ കൈ വലിച്ച് അവിടുന്ന് പോയി ഞങ്ങൾ കോയിൻ ബോക്സിൻ്റെ അവിടെ എത്തി, പൈസ ചില്ലറാക്കി. 1 രൂപ കോയിൻ തന്നെ വേണമല്ലോ. അങ്ങനെ ഞങ്ങൾ കോയിൻ ബോക്സിലിട്ട് ജുൻഖാനെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ഞാനാണ് ഷാമിയാണ്. എടുത്ത് ഞാൻ ചോദിച്ചു ഹലോ ആരോ ചോദിച്ചു. അപ്പൊ അസ്സലാമു അലൈക്കും എന്നോട്. ഞാൻ പറഞ്ഞു വലൈക്കും അസ്സലാം. അപ്പൊ ഞാൻ സൗണ്ട് കേട്ടപ്പോ എനിക്ക് തോന്നി വേറെ ആരും വിളിക്കാനൊന്നുമില്ലല്ലോ. മനസ്സിലായി പറഞ്ഞോന്ന് പറഞ്ഞു. അല്ല എനിക്ക് ഒരു കാര്യം പറയാണ്ട് ഇനി എനിക്കൊരു കാര്യം പറയാണ്ട് ഇനി അല്ലല്ല അങ്ങനെ പറഞ്ഞില്ല ജുൻക. എന്നോട് പറഞ്ഞ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാണ്ടിരുന്നു തന്നെ. അപ്പൊ എന്നോട് പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഇവിടെ കിടന്നിങ്ങനെ വിറയ്ക്കുക, എന്റെ കൈയൊക്കെ തണുത്തിട്ട് വയ്യ. അപ്പൊ ജുൻഖാനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാണ്ടിരുന്നു നിങ്ങളടുത്ത്. അപ്പൊ ജുൻഖാനെ പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് അല്ലെങ്കിൽ വേണ്ട ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു പറയുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ലേ വേണ്ട ഞാൻ പിന്നെ പറയാം, ഞാൻ പിന്നെ ഒരു ദിവസം വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഒരു ദിവസം വിളിക്കാം. ഈ 1 രൂപ പോയിട്ട് 1 മിനിറ്റ് എന്തോ അല്ല വർത്തമാനം പറയാൻ പറ്റുക. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇത് പറഞ്ഞു തീർക്കുകയും വേണം. അങ്ങനെ ജുൻഖാരനോട് പറയുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും തന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും. ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെ കോള് കട്ടായി. അപ്പൊ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജുൻക പറയുന്നു ഞാൻ പറയാം അല്ല വേണ്ട ഞാൻ പിന്നെ പറയാന്ന് പറയൂ. ജുൻകാരെ പറയെന്ന് പറയും ഇങ്ങോട്ട് പറയുന്ന രീതിയിൽ ജുൻക നിൽക്കുന്നേ. സംഭവം എന്താ വെച്ചാൽ ഇത്രയും കാലമായിട്ട് എനിക്ക് തോന്നി ജുൻക എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ റിലേഷൻ വർക്കാവൂല, ഞാൻ അങ്ങോട്ട് പറഞ്ഞാലേ ഇത് നടക്കുള്ളൂ എന്ന് തോന്നി. കാരണം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനോ അല്ല നേരിട്ട് ഇങ്ങനെ സംസാരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിലും ഞങ്ങൾ അതിൽ നിൽക്കൂലേ, പേടി എനിക്ക്. എന്തെങ്കിലും കോയിൻ ബോക്സ് കട്ടായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ചില്ലറാക്കി വീണ്ടും ഇട്ട് വിളിച്ച്. അപ്പൊ ജുൻഖാനോട് പറഞ്ഞു എന്താ പറയാനുള്ള ഭയങ്കര മോട്ടിവേഷൻ അപ്പുറത്തെ സൈഡിന്ന്. അപ്പൊ ഞാൻ ഒറ്റ ശ്വാസത്തിൽ ഞാൻ പറഞ്ഞു നിർത്ത് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇഷ്ടമില്ല. അപ്പൊ എന്നോട് പറഞ്ഞു എന്തെന്ന് വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാളേന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയൊന്നുമില്ല, എനിക്ക് എന്നെ ഇഷ്ടമാണ്, പക്ഷെ നമുക്കിതിങ്ങനെ പേഴ്സണലാക്കി വെച്ചാൽ പോരെ, ഇങ്ങനെ ആരെയും അറിയിക്കൊന്നും വേണ്ടല്ലോ. എൻ്റെ കാക്കമാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഓരായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പൊ അതറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതില്ലാതായി പോകും, ബന്ധം പോവും. അപ്പൊ അതെനിക്ക് പറ്റില്ല, അതുകൊണ്ട് നമുക്ക് പേഴ്സണലാക്കി വെച്ചാൽ പോരെ. ഞാൻ പറഞ്ഞു മതി എനിക്ക് ഇത്ര മാത്രം മതി. ഞാൻ പറഞ്ഞു മതി ആരും വരയ്ക്കണ്ടാവും, നമുക്ക് പേഴ്സണലാക്കി വെച്ചാൽ മതി, എത്ര ഉള്ളൂ എന്നറിയാം. അപ്പൊ ജുൻക പറഞ്ഞു ജുൻക പിന്നെന്താ അന്ന് കുറച്ച് കെയർ ആയിട്ട് നിന്നു. അങ്ങനെയല്ല, അങ്ങനെ എന്തോ ഒരു രീതിയിൽ കെയർ ചെയ്തിരിക്കുന്ന രീതിയിൽ എന്തോ എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചു പോയിക്കോട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട് ശ്രദ്ധിച്ചു പോയിക്കോട്ടോ എന്നൊക്കെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് ഞാൻ വീട്ടിലെത്തുന്നത് പാട്ടൊക്കെ പാടി ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ വീട്ടിലെത്തുന്നത്. അങ്ങനെ അതിന്റെ പിറ്റേ ദിവസമായിരുന്നു കോമഡി. പിറ്റേ ദിവസം ഞാൻ കൊലയിലിരിക്കുന്ന സമയത്ത് ജുൻഖാന്റെ മുഖം അതുവരെ കണ്ട ജുൻഖ അല്ല, ജുൻഖാൻ എന്തോ പേടിയോ ഇവളെന്നെയാണോ എൻ്റെ അടുത്ത് ഇന്നലെ ഇഷ്ടമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഫേസ് ജുൻഖ ഇങ്ങനെ നോക്കി ഇങ്ങനെ വണ്ടി അടുത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്നെ നോക്കി വീഴാൻ പോയി. നേരെ പോസ്റ്റിന്റെ അടുത്ത് തട്ടാൻ ഇങ്ങനെ അടുത്തൊക്കെ പോയി ജുൻഖ. ഞാൻ വിചാരിച്ചത് എന്ത് പറ്റി, പെട്ടെന്ന് നോക്കണമില്ല ചിരിക്കുന്നൊന്നുമില്ല. ജുൻഖ അങ്ങനെ സംശയത്തോടെ എവിടെ തന്നെയാണെന്നല്ല എൻ്റെ അടുത്ത് ഇഷ്ടമാണ് പറഞ്ഞതൊക്കെ ഉള്ള രീതിയിൽ. പിന്നെ ഞങ്ങൾ കോയിൻ ബോക്സിന് ഇങ്ങനെ സ്കൂളിൽ വരുന്നത് വഴിക്ക് അതായിരുന്നു ഞങ്ങൾ വിളിക്കല്. കോയിൻ ബോക്സിന് എന്നോടൊക്കെ എന്നും ഈ വിളിക്കുമെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും എന്നും വിളിക്കണമെങ്കിൽ ഞാൻ വിളിക്കാന്ന് പറയും. അങ്ങനെ കോയിൻ ബോക്സിന് അധിക ദിവസം വിളിക്കൂല, എപ്പോഴെങ്കിലൊക്കെ വിളിക്കും. പിന്നെ ഞാൻ അത് എൻ്റെ വീട്ടിലത്തെ ഫോണിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി. ഞാനും ഉമ്മയും കൂടെ ഒരു ഫോണാ യൂസ് ചെയ്യാം. അപ്പൊ ജുൻഖ എൻ്റെ അടുത്ത് പറഞ്ഞു വീട്ടിലത്തെ ഫോണൊന്നും അങ്ങനെ വിളിക്കുന്ന അത്ര സേഫ് അല്ല, അങ്ങനെ ഇടക്കിടക്ക് വിളിക്കണ്ട കേട്ടോ, സെല്ലിന്റെ എൻട്രി വരാൻ പോണുള്ളൂ. അപ്പൊ ഈ ഡിസംബർ എന്നൊക്കെ പറയുന്നത് മാർച്ചിൽ നമുക്ക് എക്സാം ആണല്ലോ. അപ്പൊ
അപ്പൊ ഇതിന്റെ ഇടക്കാണ് എന്റെ പ്രേമം പൂത്തിലഞ്ഞത്. അപ്പൊ ഈ എക്സാമിലുള്ള പഠിത്തവും കാര്യങ്ങളൊന്നും പ്രത്യേകമായിട്ട് നടക്കുന്നൊന്നുമില്ല. ജുൻകാണെങ്കിൽ അതിനെ പറ്റി എന്നോടൊന്നും ചോദിക്കണമില്ല. ജുൻകാക്ക് പറഞ്ഞാൽ മതി നല്ല ഇരുന്ന് പഠിക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇരുന്ന് പഠിക്കും. ഞാൻ പറയുന്നില്ല എന്നോട് പഠിക്കാൻ. വീട്ടുകാർ എന്ത് പറഞ്ഞാലും ആ സമയത്ത് നമ്മള് മൈൻഡ് ഒക്കെ ഇല്ലല്ലോ. വീട്ടിൽ നിന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോ ജുൻക പറഞ്ഞ് അങ്ങനെ സേഫ് അല്ല വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നത്, വല്ലപ്പോഴൊക്കെ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ വല്ലപ്പോഴുള്ള വിളി പലപ്പോഴുമായി പിന്നെ എപ്പോഴും ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. പക്ഷെ എന്നാലും ജുൻക അവിടെ പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴെങ്കിലും വിളിക്കുള്ളൂ. അപ്പൊ ഒരു 2 ദിവസം കോള് കാണാതായപ്പോ ഇടക്ക് കൊണ്ട് ജുൻക ഇങ്ങോട്ട് റീചാർജ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് പേടിയായി. ഇങ്ങോട്ടേക്ക് റീചാർജ് ചെയ്ത് തരാന്ന് പറഞ്ഞ ഫോൺ എടുത്ത് നോക്കിയാൽ കാണൂലേ റീചാർജ് ചെയ്ത്, ആര് റീചാർജ് ചെയ്ത്, എപ്പോൾ റീചാർജ് ചെയ്ത്, എന്തിനാ റീചാർജ് ചെയ്ത്, ഇതൊക്കെ സീനാവുമല്ലോ. അപ്പോൾ റീചാർജ് ചെയ്ത് തന്ന സമയത്ത് എന്തോ ഭാഗ്യത്തിന് ഞാൻ ഫോണ് കണ്ട് റീചാർജ് ചെയ്ത് തന്നത്. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ റീചാർജ് ചെയ്തപ്പോൾ എന്നോട് ചെയ്യുന്നത് വിളിക്കാത്തന്നെ. ഞാൻ വിചാരിച്ചാൽ എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ലായിട്ടാ. അപ്പം ഞാൻ പറഞ്ഞു അതുകൊണ്ടൊന്നല്ല, എനിക്ക് വിളിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ കിട്ടാത്തതുകൊണ്ടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഗൈസ് കുറച്ച് കാലം അല്ലേ, ഫെബ്രുവരി അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മൂത്ത കാക്കൻ്റെ കല്യാണം വന്നു. ഡിസംബറിൽ തന്നെ ആയിരുന്നു കല്യാണം. അപ്പം ആ സമയത്തൊക്കെ കോണ്ടാക്ട് കുറവേനു, വളരെ കുറവാ. കാരണം ജുൻകാറിന് ഇങ്ങനെ എല്ലാവരും ഉള്ളതല്ലേ, മെസ്സേജ് അയക്കണ്ട. ഞങ്ങൾ അന്ന് ടെക്സ്റ്റ് മെസ്സേജാ, വാട്സപ്പ് ഇതൊന്നും ഇല്ലെങ്കിൽ. അപ്പോ എന്റെ അടുത്ത് പറഞ്ഞ് ജസ്റ്റ് ടെക്സ്റ്റ് 100 മെസ്സേജ് ഉള്ള അത് അപ്പൊ അതെനിക്കറിയില്ല. ആ സമയത്ത് എനിക്ക് അതിനെ പറ്റി അറിയില്ല. പിന്നെ നമ്മള് റിലേഷനിലൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ ഫ്രണ്ട്സ് ആവശ്യം ഇപ്പൊ ജസ്റ്റ് ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് ജുൻകാക്ക് വാട്സപ്പും എല്ലാ സാധനങ്ങളും ഉണ്ട്, എനിക്കതില്ല. അപ്പോൾ ഞാനിങ്ങനെ ടെക്സ്റ്റ് ചെയ്യലൊക്കെയാണ് രാത്രി ഗുഡ് നൈറ്റ്, വെറും ഗുഡ് നൈറ്റ് അങ്ങനെയൊക്കെ അയക്കില്ലേനു. അങ്ങനെ ജുൻകാനോട് പറഞ്ഞ് കല്യാണം അല്ലേ കാക്കൻ്റെ, അപ്പോൾ ആരെങ്കിലും അറിയൂ, അതുകൊണ്ട് വിളിക്കണ്ട, മെസ്സേജ് ഒന്നും അയക്കണ്ട. പക്ഷേ ജുൻക കല്യാണത്തിന് വരും, ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. കല്യാണത്തിന് അവിടെ വിളിക്കുമല്ലോ എല്ലാവരും, അങ്ങനെ കല്യാണത്തിന് വരും, അപ്പം കാണാമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ജുൻകാന്റെ ഒരൊറ്റ ഫോട്ടോ എൻ്റെ കയ്യിലില്ല, ഫോണിലില്ല. അപ്പൊ ജുൻക കല്യാണത്തിന് വന്ന് ഞാനിങ്ങനെ ഇപ്പുറത്തിരുന്ന് വായ നോക്കുന്നു, ജുൻക അപ്പുറത്തിരിക്കുന്നു. ജുൻക അവിടെ കണ്ട പരിചയം പോലും ഇല്ല ജുൻകാക്ക്. ജുൻകാന്റെ കൂടെ ഫുൾ ടൈം കാക്കുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു കസിന്റെ കയ്യിൽ ഫോൺ എടുത്തിട്ട് പറഞ്ഞു ഇവിടെ കല്യാണത്തിന് വന്ന് ഓരോരുത്തരും ഈ ഫോട്ടോ എടുക്കണം. പറയാൻ പറ്റില്ലല്ലോ, ചെറുതല്ലേ, മക്കളല്ലേ, പോയി പറയൂലേ. ഇവിടെ വന്ന് ഓരോരുത്തരും ഫോട്ടോ എടുക്കണം. അങ്ങനെ എല്ലാരും പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തെന്ന്. അതിൽ ജുൻകാന്റെ ബ്ലർ ആയിട്ടുള്ള ഫോട്ടോ ഉണ്ട്, അപ്പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുന്ന ഫോട്ടോ, അങ്ങനെയൊക്കെ. അപ്പൊ അതാണ് എന്റെ കയ്യിലുള്ള ഫോട്ടോ. അപ്പൊ നമ്മൾ ആ സമയത്ത് എനിക്ക് ജുൻകാന്റെ മുഖം ആലോചിക്കുന്ന സമയത്ത് ക്ലിയർ ആവൂല. ക്ലിയർ ആവൂല. അപ്പൊ ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എന്തെങ്കിലും വേണ്ടേ. അപ്പൊ ഞാൻ ഇങ്ങനെ ഫോട്ടോ ജസ്റ്റ് ഇങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ നോക്കും, അവിടെ വെക്കും. പിന്നെ നല്ലൊരു വൃത്തിയായിട്ട ഫോട്ടോ ഉണ്ടായിരുന്നു. ജുൻകാനെ സൂം ചെയ്തിട്ടല്ല, ഓ വന്നിട്ട് ഞങ്ങൾ അടുത്ത് വന്ന് ഇങ്ങനെ എടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ ഫോട്ടോകളെ. അപ്പം അതാണ് ജുൻകാന്റെ എന്റെ കയ്യിലുള്ള ഫോട്ടോ. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് ആ ഒരു സമയത്തൊന്നും വിളിക്കുക, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ ഒന്ന് വിളിക്കും. കല്യാണത്തിന് നമ്മള് ഡ്രസ് കൊടുക്കാൻ പോകില്ല അയ്പത്താക്ക്, നിർബന്ധിച്ച് പോയിട്ടാണ് അയ്പത്താക്ക് ഡ്രസ് കൊടുത്തത്. കല്യാണത്തിന് രാവിലെ നമ്മൾ ഹോളിലോട്ട് പോയത് ഇവന്റെ കാറിലാണ്. ഞാൻ വേറെ കാറിൽ പോയി, ഇവര് രണ്ടാളും കൂടെ അവിടെ ഹോളിലേക്ക് വന്ന് ഞാനും ഇപ്പത്തെ പോലെ തന്നെ അവിടുന്ന് നോക്കൂ. ജുൻക ജസ്റ്റ് അവിടുന്ന് നോക്കൂ. പക്ഷെ ജുൻകൊക്കെ ഭയങ്കര കഴിവാട്ടോ ഈ നോക്കാതിരിക്കാ. ഞാൻ നോക്കുന്നുണ്ട്, ഞാൻ നോക്കുന്ന ഈ കാണലുണ്ടാവില്ല, ഞാൻ നോക്കുന്ന ഈ ശ്രദ്ധിക്കലുണ്ടാവില്ല, പക്ഷെ ഞാൻ നോക്കുന്നുണ്ട്. വലിയ ഉപകാരം. ഞാൻ നോക്കുന്നവരെ നിനക്ക് നോക്കണ്ടാവില്ല. അങ്ങനെ ഈ കോളും മെസ്സേജും ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ച് കൂടുതലായി പോയി, ശകലം കൂടുതലായി പോയി. ഈ മറ്റേ ആ 100 മെസ്സേജിന്റെ ആ സാധനമൊക്കെ നമ്മൾ ഞാൻ റീചാർജ് ചെയ്ത് അപ്പൊ സുഖമാണല്ലോ ചാറ്റ് ചെയ്യാൻ, ഒരു പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് മെസ്സേജ് കൂടി, കുറച്ച് കോള് കൂടി. അങ്ങനെ രാത്രിയാണ് ഞങ്ങൾ മെസ്സേജ് അയക്കുക, ടെക്സ്റ്റ് അയക്കുക. അങ്ങനെ ഓവർ കോൺഫിഡൻസിൽ ഞാൻ ഈ നമ്പർ ഡിലീറ്റ് ചെയ്യാതെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും റൂമിലത്തെ ലൈറ്റ് ഓഫ് ആക്കിയിരിക്കുന്നത്, ഞാനിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ പാട്ട് കേൾക്കും, അങ്ങനെ പാട്ട് വെച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്.
കാക്ക അങ്ങോട്ട് നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, ഇങ്ങോട്ട് നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, വീണ്ടും അങ്ങോട്ട് കാക്ക ഹോളിൽ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്, പെട്ടെന്നുണ്ട് പ്രേതം പോലെ ഒരൊറ്റ വരുത്ത്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവളുണ്ട് ഫോണിലോട്ട് നോക്കി ചിരിക്കുന്നേ, ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക കുറെ നേരം. അപ്പൊ ഞാൻ വന്നിട്ട് ഒറ്റ വരിക്ക ഫോൺ കൂടെ വാങ്ങിച്ചു. ഇനി ബാക്കിയുള്ള കഥ ചുരുക്കം നമുക്ക് പാർട്ട് 2 പറഞ്ഞാലോ? പാർട്ട് 2 പറയാം. കാക്ക ഫോണ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ബാക്കി എന്താ സംഭവിച്ചതെന്നുള്ള പാർട്ട് 2 വിശദമായിട്ട് പറയാം. ഇനിയാണ് മെയിൻ ആയിട്ടുള്ള കഥ തുടങ്ങുന്നത്.